ആഫ്കോൺ കപ്പിൽ കോങ്കോയുടെ ഗാലറി മൊത്തം ആർപ്പ് വിളിച്ചപ്പോൾ, അവരുടെ കളിക്കാരെ ആവേശം കൊള്ളിച്ചപ്പോൾ, അതിൽ നിന്നും വ്യത്യസ്തനായി 90 മിനിറ്റും നിശ്ചലനായി നിശബ്ദനായി നിന്ന കോങ്കോയുടെ സൂപ്പർ ഫാൻ കുക്ക മുലാഡിങ്ക നമ്മോടൊരു ചരിത്രം വിളിച്ചു പറയുന്നുണ്ട്. ഏതൊരു ട്രോഫിയേക്കാളും മൂല്യമുണ്ട് ആ പേരുകൾക്ക്. പാട്രിസ് എമേരി ലുമുംബ. 1961 ജനുവരി 17. അതൊരു രക്തരൂക്ഷിത ദിവസമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പ്രത്യാശയും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ ജീവനും അവസാനിച്ച ദിവസമായിരുന്നു അന്ന്. പാട്രിസ് ലുമുംബയുടെ ചരിത്രം അവിടെ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ അല്ല. ബെൽജിയത്തിൻ്റെ കോളനിയായിരുന്ന കോങ്കോയിൽ അവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന കോംഗളൈസ് നാഷണൽ പാർട്ടി 1960 അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ പാർട്ടിയുടെ നേതാവായ പാട്രിസ് ലുമുംബ ആ രാജ്യത്തിൻ്റെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായി. പാട്രിസ് ലുമുംബ ശക്തമായ ആഫ്രിക്കൻ ഐക്യത്തിനു വേണ്ടി പോരാടി. കോങ്കോയുടെ നല്ല നാളേക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ പങ്കുവച്ചു. അമേരിക്കയുടെയും ബെൽജിയത്തിൻ്റെയും എല്ലാം കണ്ണുകൾ ആഫ്രിക്കയുടെ ഖനികളിലേക്കും അവരുടെ ധാതു സമ്പത്തിലേക്കുമായിരുന്നു. രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സംഘർഷങ്ങളും പാട്രിസ് ലുമുംബയെ പെട്ടെന്ന് അധികാരത്തിൽ നിന്നും പുറത്താക്കി. അദ്ദേഹത്തെ പിടികൂടി കൊന്നുകളഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബോഡി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഇല്ലാതെയാക്കി. നിങ്ങൾക്കൊരു പക്ഷേ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം, അദ്ദേഹത്തെ വേട്ടയാടി നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അദ്ദേഹം നിലമൊരുക്കി വിതച്ചു പോയ ആശയങ്ങളെ ഒരിക്കലും ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. ആഫ്രിക്കയിലെ പോരാളികൾക്ക് പോരാട്ടി വീര്യം പകർന്നു നൽകിയ ലുമുംബ ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയായി നിലകൊള്ളുന്നു.